ട്രാൻസ്ജെൻഡർ ബിൽ ലോകസഭയിലും രാജ്യസഭയിലും പാസ്സായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യത ഇതെങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ന്യൂസ് 18 വോട്ട് വൈബ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യുന്നു. അലൻ ക്രിസ്റ്റഫർ, ട്രാൻസ്മെൻ പ്രതിനിധി; ശ്രീമയ്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി; അമയ പ്രസാദ്, കോൺഗ്രസിൻ്റെ പ്രതിനിധി; പ്രജിത് PK, നമ്മുടെ CBO പ്രതിനിധി; അദ്രിജ, BJP പ്രതിനിധി. ഒരുപക്ഷെ ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപക്ഷെ സംശയമായിരിക്കും. മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കാത്തൊരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ന്യൂസ് 18 ഇന്നിത് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് ട്രാൻസ്ജെൻഡർ ബില്ല് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കില്ല. അതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കിൽ പ്രജിത്ത് ഒന്ന് പരിചയപ്പെടുത്താമോ? കേന്ദ്ര സർക്കാർ 2019 ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ബിൽ 2014 സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ നൽസ വിധിക്ക് അനുബന്ധമായിട്ട് പാസ്സാക്കുകയുണ്ടായി. രാജ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശം സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായ നിയമ സംരക്ഷണം, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക, വിദ്യാഭ്യാസത്തിലും തൊഴിലും അടക്കമുള്ള പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് പറയുന്ന എന്നാൽ ഒരുപാട് പരിമിതികളുമുള്ള ഒരു ബില്ലായിരുന്നു, ഒരു നിയമമായിരുന്നു 2019 പാസ്സാക്കിയിരുന്നത്. കേരളം 2015 നൽസ വിധിക്ക് ശേഷം വളരെ സമഗ്രമായ ഒരു പോളിസി കേരളത്തിൽ നടപ്പിലാക്കുകയും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പുകളോ കമ്മ്യൂണിറ്റി കൺസൾട്ടേഷനോ ഇല്ലാതെ എടുപിടി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയൊരു ബില്ല് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലെ ശ്രീ ഡോക്ടർ വീരേന്ദ്രകുമാർ അവതരിപ്പിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ആഘാതവും ഞെട്ടലുമായിരുന്നു. എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഭേദഗതി ഈ ഒരു നിയമത്തിൽ കൊണ്ടുവരേണ്ടത്? ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്താണ്? ആവശ്യം എന്താണ്? കമ്മ്യൂണിറ്റിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? കമ്മ്യൂണിറ്റി ഇത് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി ഇതിനുണ്ടോ എന്ന രീതിയിൽ പോലും ചർച്ചകൾ നടക്കുകയുണ്ടായി. കമ്മ്യൂണിറ്റി അത്രയും ഒരു ഞെട്ടലിലായിരുന്നു ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തുണ്ടായത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ 2019 വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന, അതിൻ്റെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു പുതിയ പരിഷ്കരണം, ഒരു ഭേദഗതിയാണ് ഈ പുതിയ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അത് ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോൾ പാസ്സായിരിക്കുകയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ നിയമം ഏറ്റവും കൂടുതൽ അദൃശ്യമാക്കുന്ന വിഭാഗം ഒരുപക്ഷെ ട്രാൻസ്മെൻ മനുഷ്യരെയാണ്. ഇവിടുത്തെ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള, ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ആളുകളെ പറ്റിയൊന്നും ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നാളെ ഇന്ത്യയിൽ ട്രാൻസ്മെൻ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ട്രാൻസ്മെൻ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ ഇനി സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത്? ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമെൻമെൻറ്റ് ബില്ലിൽ ട്രാൻസ് മസ്കുലിൻ, ട്രാൻസ്മാൻ എന്ന് പറയുന്ന 2 കാറ്റഗറി ഇല്ല. ഇത് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നുള്ള തെളിവാണ് 2019 പ്രൊട്ടക്ഷൻ ആക്ട് 2Kയിലുള്ളത്. അതിനകത്ത് ട്രാൻസ്ജെൻഡറിനകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്മെൻ എന്നുള്ളതും ട്രാൻസ്മാൻ എന്നുള്ളതും. സോ രണ്ടാമത് വന്ന അമെൻമെൻറ്റ് ബില്ലിൽ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് വിശ്വസിക്കാനേ ഇപ്പോൾ തരമുള്ളൂ. ഉറപ്പായിട്ടും ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം പോലുള്ള ഇപ്പോൾ എടുത്തു പറയേണ്ടത്, തമിഴ്നാട്ടിലൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു SFIയുടെയും DYFIയുടെ ഒക്കെ പ്രവർത്തനം, CPMൻ്റെ ഒക്കെ പ്രവർത്തനം വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിനകത്ത് വരുന്ന സമയത്ത് വളരെ ചുരുക്കം മനുഷ്യരെ മാത്രമേ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടതായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിൽ DTFK എന്ത് നിലപാട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് വലിയൊരു പരിമിതി നമുക്ക് ഈ വിഷയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഒരിക്കലും ഒരു പരിമിതി ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയമായിട്ട് ആദ്യമായിട്ടൊരു പ്രതികരണം തലസ്ഥാനത്ത്, നമ്മുടെ കേന്ദ്ര തലസ്ഥാനത്ത് നടത്തിയത് SFI എന്ന് പറയുന്ന സംഘടനയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ കുറേ ആളുകൾ അറസ്റ്റ് വരികയും ചെയ്തു എന്നുള്ളതാണ്. സോ അവരാണ് ആദ്യമായിട്ട് ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു പ്രതികരണം അവിടെ ഉണ്ടായത്. പക്ഷേ കേരളത്തിനകത്ത് അത് വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തിയില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. SFI, DYFI, CPM മുഖ്യധാര ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആദ്യമായി പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടുന്നത് CPM ആണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ.
ചാനലിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിലൊന്നെന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മളൊരു സംയുക്ത സമരസമിതിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ, അതായത് ഈ ബില്ലിന് എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത സമരസമിതിയായി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ബില്ലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ സഖാക്കളായിട്ടുള്ള ശ്യാമ എസ് പ്രഭയും അതുപോലെ ഷെറിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഡൽഹിയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. അവരിവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ബില്ലിനെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും കൃത്യമായി പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം ഒരു DTFKയുടെ സംസ്ഥാന പക്ഷേ ഈ സെക്രട്ടറി. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയൊരു ഇടപെടൽ കേരളത്തിനകത്തുള്ള SFIയും DYFയും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അത് വലിയൊരു വിസിബിളായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ചിലപ്പം ഇവിടെ ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പത്രക്കുറിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇനിയും നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതൊരു പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ്. അറിയാം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇത് പാസ്സാക്കുക എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിൽ തന്നെ ഇവിടെ നമ്മൾ കണ്ടില്ല കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു കൃത്യമായ ചർച്ചയില്ലാതെ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒന്നും ഇത് കൃത്യമായിട്ട് കൊണ്ടുവരാറില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുപോലും സമയം കൃത്യമായിട്ട് കൊടുക്കാതെ ഇത് രണ്ട് സഭകളിലും വളരെ ധൃതി പിടിച്ച് പാസ്സാക്കുക എന്ന് പറയുന്നത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ആർക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പലരും നമുക്കറിയാം ഈ ഒരു ബില്ല് വന്ന സമയത്ത് എത്ര മുഖ്യധാര മാധ്യമങ്ങളാണ് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായി നമുക്ക് പ്രതികരിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ലോക് ഭവനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി സംയുക്ത സമരസമിതിയുടെ ഭാഗത്ത് നിന്ന്. ഒരു മാധ്യമങ്ങളിലും വ്യക്തമായിട്ടുള്ള ഒരു കവറേജോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടോ നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇലക്ഷൻ്റെ സമയമാണ്. കേരളത്തിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ ഒരുപാട് തിരക്കായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിൽ പോലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വിവിധ പാർട്ടികളുള്ള ആളുകൾ അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും നമ്മളോട് സോളിഡാരിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.